السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله أجمعين أما بعد. ആദരണീയരായ വേദിയിലുള്ള മുഴുവൻ പണ്ഡിതന്മാർ, അതുപോലെ സദസ്സിലുള്ള ഈ മഹല്ല് നിവാസികൾ ആയ സംഘടനാ പ്രവർത്തകർ, അതുപോലെ വിദ്യാർത്ഥികൾ, സഹോദരി സഹോദരന്മാരെ, പ്രസംഗം ആവശ്യമില്ല എന്നുള്ള ഞാൻ മനസ്സിലാക്കുന്നത്. നിർബന്ധമുണ്ട? സംഘാടകർ പറയുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി ഇൽമുവാണല്ലോ, അതുകൊണ്ട് കുറച്ച് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. വേണ്ടുവോളം പാത്തൂർ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ധാരാളം. അതിൻ്റെ ശേഷം അതാ എന്താണ് എന്നുള്ളത് അതിനെ മൊത്തത്തിൽ നന്നാക്കിയിട്ട് സിറാജുദ്ദീൻ ഉസ്താദും പറഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ എൻ്റെ ഒരു അധിക പ്രസംഗമായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും സമയമായിട്ടുണ്ട്, എല്ലാം നിങ്ങളെ ഭാഷയിൽ തൂക്ക് പിടിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ഈ ഒരു സദസ്സ് ഈ ഒരു രൂപത്തിൽ എല്ലാ നിലക്കും വാർത്തെടുത്തത് ബഹുമാനപ്പെട്ട താജുൽ ഉലമയല്ലേ എന്നാലോചിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നു. വേറൊരു നിലക്ക് ഇങ്ങനൊരു വേദി പങ്കിടും എന്ന് നമ്മൾ വിചാരിച്ചിട്ടും ഇല്ല. എന്നാൽ ഇത് രണ്ടും ഒരുമിച്ച് കൂട്ടിയാണ് നമ്മളുടെ ജീവിതം ഇങ്ങനെ അങ്ങോട്ട് പോണ്ടതും, അല്ലേ? ആണ്. കന്യാണനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്പം മുതൽ താജുലുമനോട് നാം കേൾക്കുന്ന ഒരു സ്ഥലമാണ് കന്യാണം. ആടോ കന്യാണത്ത് പരിപാടി ഉണ്ടടോ, ആടെ അവർ ക്ഷണിക്കാൻ വേണ്ടി വന്നിനടോ, പോണടോ, ആണടോ, അങ്ങനെ കുറേ പറയും. നമ്മളെ വീട്ടിൽ നിന്ന് കുറേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുമുണ്ട്. ആ നിലക്ക് നിങ്ങൾ നെഞ്ചിലേറ്റിയത് അൽഹംദുലില്ലാഹ്. താജുൽ ഉലമനെ സ്മരിക്കാതെ എന്നെ സംബന്ധിച്ചിടത്തോളം പോകാനും പറ്റൂല. പിന്നെ അവിടുന്ന് നമ്മളെ ചെറുപ്പകാലത്ത് തന്നെ ഈ നാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, അപ്പം നമുക്ക് അവിടുന്ന് ഈ ഒരു വേദിയിലുണ്ടാകുമ്പോഴും എന്നല്ല, നിങ്ങളുടെ ഏത് ദീനി പ്രബോധനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെ അടുത്തും താജുൽ ഉലമനെ ഓർക്കണം എന്ന് അതിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അന്നലക്ക് ഉള്ളാളത്ത് നിന്ന് ഒരു കറയുമില്ലാതെ ഏറ്റെടുത്തൊരു മഹല്ലാണ് കന്യാണ എന്നുള്ളത് നല്ലവണ്ണം അറിയാം. അൽഹംദുലില്ലാഹ്. ആരാണ് താജുൽ ഉലമ? ആ താജുൽ ഉലമ അല്ലാഹുവിൻ്റെ ദീൻ ആ രൂപത്തിൽ ഉള്ളാളത്ത് ദറസ് നടത്തി പഠിപ്പിച്ചു. എന്നിട്ട് എല്ലാ രൂപത്തിലും ദീനി ഖിദ്മത്തിന്റെ പ്രബോധനം നടത്തി. ആ ഒരു വിജയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഇസ്തിഖാമത്താവുന്ന യഖീനാണ് അവിടുത്തെ അനുയായികൾക്ക് അല്ലാഹു നൽകിയത്. അതിന് സംശയം ഇല്ല. കാരണം എന്തേ? അവിടുന്ന് വലൗ കാന വഹ്ദി എന്ന് പറഞ്ഞ് ആ രൂപത്തിൽ ഇറങ്ങി വന്ന് അതേ ദീനെതിരെ എന്തുമുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും, പ്രമാണിയായാലും ശരി, ഫക്കീറാണെങ്കിലും ശരി, ജോലിയിൽ നിൽക്കുന്ന സ്ഥലത്ത് സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സെക്രട്ടറി പ്രസിഡന്റ് ആണെങ്കിലും ശരി, ഉസ്താദാണെങ്കിലും ശരി, വലിയ ആലിമാണെങ്കിലും ശരി, സയ്യിദാണെങ്കിലും ശരി, അല്ലാഹുവിൻ്റെ ദീൻ അത് മോത്ത് നോക്കി പറയണം. അതിന് യാതൊരു പേടിയും പേടിക്കരുത്. അത് അല്ലാഹുവിനെ മാത്രമേ അവിടുന്ന് ഭയക്കാൻ പാടുള്ളൂ എന്നുള്ള ആ നയം, അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു തആല അവരുടെ പ്രബോധനത്തിൽ എവിടെയും അല്ലാഹു വിജയിപ്പിച്ചത്. വിജയിക്കാനുള്ള കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ കൊടക്കയിലായ അനുയായികളായ ഞങ്ങൾക്കും ആ ഒരു നിലക്കുള്ള ഈമാൻ അവിടുന്ന് ഉണ്ടാവുന്ന ദുആയിൽ നമുക്ക് അല്ലാഹു ഇട്ടു തരുന്നത് എന്ന് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. സുന്നത്ത് ജമാഅത്ത് അത് അടിയുറച്ച് വിശ്വസിക്കും. ഒരു നിലക്കും അവിടുന്ന് പറയരുത്
പതറരുത്. ഒരു വ്യക്തിക്കും വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ടെക്നോളജിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ആലിമിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു സയ്യിദിന് വേണ്ടിയിട്ട് സുന്നത്ത് ജമാഅത്തിനെ മാറ്റിമറക്കാൻ പാടുള്ളതല്ല. അവിടുന്ന് തരുന്ന ഉപദേശം അഹ്ലുസുന്ന വൽ ജമാഅത്ത് അടിയുറച്ച് വിശ്വസിക്കണം. എന്താണ് അഹ്ലുസുന്ന വൽ ജമാഅത്ത്? സുന്നത്തുർ റസൂലില്ലാഹി വ ജമാഅത്തി സ്വഹാബ എന്നുള്ള ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികളാകുന്ന സ്വഹാബികളുടെ ചര്യ പിൻപറ്റി ആ രൂപത്തിൽ പ്രവർത്തനം നടത്തണം. അതുകൊണ്ട് തന്നെയാണ് അവരുടെ എവിടൊക്കെ അവർ കാൽപാദം പതിച്ചിട്ടുണ്ടോ, എവിടൊക്കെ അവർ ആ നിലക്കുള്ള പ്രബോധനം നടത്തിയിട്ടുണ്ടോ, അവിടൊക്കെ അല്ലാഹു വിജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഇൽമ യഖീൻ ഓടുള്ള ഇൽമുണ്ടായി ആ നിലക്ക് ദർസ് നടത്തിയപ്പോൾ അവിടുത്തെ ശിഷ്യന്മാരെയും ആ രൂപത്തിൽ അല്ലാഹു വാർത്തെടുക്കുന്നു. ആ രൂപത്തിൽ അവർക്കും അല്ലാഹു ഇട്ടുകൊടുക്കുന്നു. അതിനെല്ലാം കാരണം അവിടുത്തെ തഅലീം, അവിടുത്തെ അദബ്, അത് തന്നെയാണ് അവിടുത്തെ വിജയം. ദർസിലേക്ക് തുടങ്ങാൻ വരുമ്പോൾ അതെ അവിടെ നിന്ന് അന്നത്തെ അവരുടെ അമ്മോശനായ സയ്യിദ് ഹാമിദ് വയമ തങ്ങൾ ആശീർവാദവും നേടി പോകുന്ന വഴിയിൽ നിന്ന് കാലഘട്ടത്തിന്റെ അന്നത്തെ വലിയ സൂഫി വര്യനായ ഔലിയായ പള്ളിപ്പടി മസ്താനിൽ നിന്ന് ദുആ നേടി, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്നുള്ള ആ ദുആയോടുള്ള ആശീർവാദത്തോട് കൂടി അതാ അവിടുന്ന് ദർസ് നടത്തുന്നു. പിന്നീട് അതാ ആ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, അത് തന്നെയല്ലേ ഇവിടെ പുലർന്നത്. ദുന്യാവ് കേരളം എന്നല്ല, കർണാടകം എന്നല്ല, GCC എന്നല്ല, വേൾഡ് മുഴുവനും അവിടുത്തെ എല്ലാ നിലക്കുള്ള പ്രബോധനം ഹസനാത്ത് എത്തിക്കുന്നു, ദീൻ പറഞ്ഞു കൊടുക്കുന്നു, അല്ലാഹുവിന്റെ ശിഷ്യന്മാരിലൂടെ എത്തിക്കുന്നു. പല നിലക്കും കാലഘട്ടത്തിന്റെ ആ കാലത്തിനുണ്ടാകുന്ന എല്ലാ നിലക്കുള്ള നിയമ പ്രശ്നങ്ങളിലും പരിഹാരം കൊടുക്കുന്നു. ഗോളശാസ്ത്രമായ വിഷയത്തിൽ പരിഹാരം കൊടുക്കുന്നു, അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതെ, ചന്ദ്രനിൽ നീലാം സ്ട്രോങ് പോവാൻ പാടില്ല, പോയി എന്ന് 2 വാദമുണ്ടായി. പണ്ഡിത സഭകളിലും ഉണ്ടായിട്ടുണ്ട്, ജനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് അതേ താജുൽ ഉലമയാണ് അത് സ്ഥിരീകരിപ്പിച്ചു കൊടുത്തത്. പോകാൻ പറ്റും. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 ആകാശത്ത് പോകുകയാണെങ്കിൽ അതേ ഗോളങ്ങളിൽ ഏത് ഗോളത്തിലും മനുഷ്യവാസങ്ങൾക്ക് പോകാം എന്ന് അവിടുന്ന് ആയത്തും ഹദീസും ഉദ്ധരിച്ച് അവിടുന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. ആ ലാസ്റ്റ് വാക്ക് അവിടുന്ന് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ കാലഘട്ടത്തിന്റെ ഏതൊക്കെ ടെക്നോളജി ഉണ്ടോ അതിനൊക്കെ ഇസ്ലാമിക രൂപത്തിൽ വൽക്കരിച്ച് ആ രൂപത്തിൽ അവിടുന്ന് ജീവിച്ചിട്ടും പ്രബോധനം ചെയ്തിട്ട് കാണിച്ചു തന്നു. അത് തന്നെയാണ് അവിടുത്തെ ശിഷ്യന്മാരിൽപ്പെട്ട അതേ അപൂർവങ്ങളിൽ അപൂർവം സംഭവിക്കുന്ന ഉസ്താദും മകനും ശൈഖുമായ താജുൽ ഉലമന്റെ മകനായ ഖുറത്തു സാദാത്ത്. അത് തന്നെയാണ് അവിടുന്ന് കൈകൊണ്ടേണ്ടത്. എല്ലാ രൂപത്തിലും ടെക്നോളജി വർദ്ധിച്ചിട്ടും അതെ അതിനോടല്ല, അത് ദീനിലാണോ ഉപയോഗപ്പെടുത്തേണ്ടത്, അതിലധിഷ്ഠിതമാണോ ജീവിതം ഉള്ളത്, ആ രൂപത്തിൽ ഓരോ രൂപത്തിലും എനക്കും നിങ്ങൾക്കും ഇവിടുന്ന് ഉപദേശം തന്നു കഴിഞ്ഞു, തന്നു നൽകി. ആ ഇസ്തിഖാമത്താണ് ഈ അനുസ്മരണ വേദിയിൽ ഞാനും നിങ്ങളും കൈക്കൊള്ളേണ്ടത്. ഒരേ രീതി, താജുൽ ഉലമന്റെ അതേ രീതി തന്നെയാണ് ബാപ്പനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത്. ഞാൻ ബാപ്പന്റെ മദ്ഹ് ബാപ്പ ആയതുകൊണ്ട് എന്നുള്ള മദ്ഹ് അല്ല കേട്ടോ, വ്യക്തിത്വത്തിന്റെ ആ ഒരു നിലപാടുകൾ, ആ സ്വീകരിച്ച രീതി, അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും. അതിന് നമ്മൾ ഇനി എന്ത് അസൂയ ഉണ്ടായാലും കാര്യമില്ല.
എല്ലാ രൂപത്തിലും. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ അങ്ങനെ തന്നെ, ജീവിത രീതിയിൽ അങ്ങനെ തന്നെ, ചെയ്യുന്ന വളീഫകളാകുന്ന രീതി, ദിക്റാവട്ടെ, ഖുർആൻ ഷരീഫാവട്ടെ, ഓന്നാവട്ടെ, ദലാൽ ഖൈറാത്താവട്ടെ, അങ്ങനെയുള്ള അള്ളമ സലാത്ത്, നൂറുൽ ഈമാൻ, ഹിസ്ബുൻ നസർ, ബഹർ, അങ്ങനെ അടങ്ങുന്ന ആ ഹദ്ദാദ്, റാത്തീബ്, ജലാൽ ഇസ്മിന്റെ അതിൻ്റെ അങ്ങനെ എല്ലാം ആ വ്യക്തി ജീവിതത്തിൽ കൊണ്ടു നടന്നു വിട്ടുണ്ട്. അന്നേരം തന്നെ നിങ്ങളെ നാടുകളിലാകുന്ന നാളുകളിൽ ഓരോ മഹല്ലത്തിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തിട്ടുമുണ്ട്, തീർത്തെടുത്തിട്ടുമുണ്ട്. ആ വിജയമാണ്, ആ തഖ്വയുണ്ടായ ഇസ്തിഖാമത്തിന്റെ രീതിയാണ് ആ വഫാത്ത് ഞങ്ങൾക്ക് പുലർന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനാണല്ലോ ഞാനും നിങ്ങളും ഈ അല്ലാഹു ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കണക്കാക്കപ്പെട്ട 63 വയസ്സ്, അനക്കും നിങ്ങൾക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്ന വയസ്സ്, അതുവരെ ആ ഒരു നട്ടോട്ടം 63 വയസ്സ് വരെ ഈ നട്ടോട്ടം ഓടുന്നതിന് വേണ്ടിയല്ലേ ആണ് ആ ഒരു ഖാത്തിമത്ത് നല്ല രൂപത്തിലാകാൻ. ആ ജീവിത രീതിയിലൂടെ അവര് കാണിച്ചു തന്നപ്പോൾ ഞാനും നിങ്ങളും അത് കൈക്കൊള്ളേണ്ടതുണ്ട്. കാലം ഇനി കൂടിക്കൊണ്ടിരിക്കുകയാണ്, ടെക്നോളജി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാ രൂപത്തിലും വർദ്ധിക്കുന്നു. താജുൽ ഉലമയും പറഞ്ഞിട്ടുണ്ട്, വഫാത്തിന്റെ 3 മാസം മുമ്പ് മക്കളായ ഞങ്ങളും നേരെ ബാപ്പിയുണ്ടായിട്ടുണ്ട്. എടോ, ഒരുപാട് ഫിത്തിനകൾ വരുന്ന കാണുന്നുണ്ട്, പലതും ലോകത്ത് സംഭവിക്കുന്ന കാണുന്നുണ്ട്. ആ പറഞ്ഞ ഹിക്കായത്ത് പറയാ, ലോകത്ത് പലതും സംഭവിക്കുന്ന കാണുന്നുണ്ടോ. അതുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യണം. എൻ്റെ ആയുസിന് ദുആ ചെയ്യണ്ട, എനക്ക് ആഫിയത്തിന് ദുആ ചെയ്യണ്ട, ആഖിബത്ത് നന്നായാൽ മതി എൻ്റെതൊക്കെ. ഇനി നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ബാപ്പയും ഞാനും അടങ്ങുന്ന ആൾക്കാരുണ്ടായപ്പം പറഞ്ഞിട്ടുണ്ട് 10 വർഷം മുമ്പ്. അത് കഴിഞ്ഞ് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയും താജുൽ ഉലമയുടെ ഭാര്യൻ്റെ അനുജത്തി വലിയൊരു മഹദിയാണ്. മഹദിനെ പറ്റി പറയുകയാണെങ്കിൽ ഉള്ളത് പറയാണ്, ആരും മേലോട്ട് നോക്കണ്ട. ഇന്നേ വരെ ആ കണ്ണുകൊണ്ട് ഒരു കാഫിറിനെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു മഹദി എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് തന്നെ ഇല്ല. കാഫിറിനെ കാണുന്ന എത്ര വരെ വീട്ടിൽ വരുന്ന പ്രസവിക്കുന്ന എന്നേരം ഒരു ഹിന്ദുവാണ് പ്രസവം എടുക്കലുണ്ടായത്, മാദീനാന്ന് വിളിക്കുക. ആ പ്രസവം എടുക്കുന്ന ആ സ്ത്രീ വരെ കണ്ടിട്ടില്ല. കണ്ണിന് മറയിടാൻ പറഞ്ഞ് അവരും മറയിട്ടിട്ട് അത്ര പ്രസവം എടുത്തതെന്ന് ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ചരിത്രത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മഹദി മാത്രമല്ല, വീടുകളിൽ യാചിക്കാൻ വരുന്നവർ അത് അന്യമതക്കാരാണെങ്കിൽ പിന്നെ മക്കളാകുന്ന ആരൊക്കെ ഉണ്ട് അവരോട് പറഞ്ഞയക്കാം. അങ്ങനെ അത്രയും സൂക്ഷിച്ചിരുന്നു ആ രൂപത്തിലൊരു ജീവിതം. ആ മഹദിയും പറഞ്ഞത് ഇതേപോലെ ബാപ്പയും നമ്മും ഉണ്ടെന്നേരം, നമ്മളെ മക്കളും വഫാത്തിൻ്റെ ഏകദേശം 2-4 ദിവസം മുമ്പ് പറഞ്ഞത് എന്താ അറിയും, മോനെ ലോകത്ത് പല ഫിത്തിനിയും വരുന്നുണ്ട്, ശ്രദ്ധിക്കണേ, പലതും ശ്രദ്ധിക്കണേ. അങ്ങനെ അതുകൊണ്ട് അതിലൊന്നും പെട്ടുപോകരുതേ, ഒരുപാട് ഫിത്തിനകളെല്ലാം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അതാ ദുന്യാവിലില്ലാത്തൊരു കൊറോണ വരുന്നത്. അങ്ങനെ പലതും കൊറോണ എന്നുള്ളൊരു രോഗത്തിൻ്റെ പേര് ഇട്ടുന്നേ ഉള്ളൂ. സാധാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുവെ പണ്ട് മുതലേ തരുന്നത് പോലെ ചുമയും അതുപോലെ പെനിയും ഛർദിയും സ്വാഭാവികമുള്ളതുപോലെ തന്നു. പക്ഷെ അള്ളാഹു അതിൽ ഒന്ന് മാത്രം കൂട്ടി, എന്ത് ഡോസ് കൂട്ടി, മരണം. കുറച്ചൊന്ന് വരിക, മരിക്കുക. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നു, പേര് കൊറോണ എന്ന് മാത്രം. അങ്ങനെ പല ഫിത്തിനകളും ആ രോഗത്തിൽ അള്ളാഹു ലോകം സ്തംഭിപ്പിച്ചില്ലേ? അന്നെയോ നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റിയോ? നമ്മളൊരാൾ മാറാൻ പറയുമ്പോഴത്തേക്ക് മാറ്റാൻ പറ്റിയോ? അതുമില്ല. അള്ളാഹു ബഹുമാനിക്കപ്പെട്ട കഅബ പോലും അതെ
അടിമകൾക്ക് വേണ്ടിയിട്ട് ആണല്ലോ ആ കഅബ സൃഷ്ടിച്ചത്. നമ്മളുടെ പോർക്കലിനെ തേടാൻ വേണ്ടിയാണല്ലോ കഅബ സൃഷ്ടിച്ചത്. ആ കഅബ വരെ ഒരുത്തൻ്റെ ദ്വയവും വേണ്ട അലക്കിയും വേണ്ട അള്ളാഹു സ്തംഭിപ്പിക്കുന്നു. അതെന്താ കാരണം? നമ്മളുടെയും നിങ്ങളുടെയും അധികരിക്കുന്ന തെറ്റ് തന്നെയാണ്. ടെക്നോളജി വർദ്ധിച്ച് എന്ന് വിചാരിച്ച് ദീനെതിരെ കളയാനുള്ളതല്ല, ദീൻ എടുത്തു കളയാനുള്ളതല്ല. നമ്മളുടെ ദീൻ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തായ റബ്ബിന്റെ കലാമായ ആ ഖുർആൻ ശരീഫ് 6666 ആയത്തടങ്ങുന്ന ആ ഭരണഘടന അത് അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്നു. സയ്യിദന്മാരെ നിലനിർത്തുന്നു, ആലിമിനെ നിലനിർത്തുന്നു, ഖുതുബിനെ നിലനിർത്തുന്നു. അവരെല്ലാം ആ ഭരണഘടനയിൽ ഒതുങ്ങിയതാണ്. ഈ ക്യാമം വരുന്നേ ഉള്ള എല്ലാ ടെക്നോളജിയും ആവട്ടെ, ഏത് മക്കളാവട്ടെ, ഏത് ജന്തുജാലമാവട്ടെ, ഈ 6666 ആയത്തിൽ അടങ്ങുന്ന ഖുർആൻ ഷരീഫിൽ ഉള്ളതാണ്. അതിനെ മാറ്റിമറിക്കാൻ കഴിയൂല. ഒരു സയ്യിദ് വിചാരിച്ചാലും നടക്കൂല, ഒരു ആലിം വിചാരിച്ചാലും നടക്കൂല, ഒരു മഹല്ലത്ത് വിചാരിച്ചാലും നടക്കൂല. പകരം അവനവൻ സ്വയം മാറ്റിമറിയാന്നല്ലാതെ ദീൻ മാറൂല. എത്ര വലിയ ഫിത്തന ഇങ്ങന്ന് അങ്ങോട്ടും അങ്ങ് ഇങ്ങോട്ടുണ്ടാക്കിയാൽ, എത്ര വലിയ ഹസദ് ഇങ്ങന്ന് അങ്ങോട്ടും ഉണ്ടാക്കിയാൽ, എത്ര വലിയ കിബർ നടിച്ചാലും അതേ അല്ലാഹു മാറ്റിമറിക്കൂല. അവനവൻ മറിയാന്നല്ലാതെ ഇവിടെ വേറൊന്നും സംഭവിക്കൂല. അത് തന്നെയല്ലേ അവിടെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ നാനാഭാഗത്തും പല നിലക്കുള്ള യുദ്ധങ്ങൾ നടക്കുന്നു. പല ഭാഗത്തുള്ള അത് ഈ അടുത്ത് നടക്കുന്ന വയനാട് ഉരുൾപൊട്ടൽ, എന്താ ഞാനും നിങ്ങൾ അതിനെ ഉൾക്കൊള്ള പാഠം? ബംഗ്ലാദേശിന്റെ ഇന്നലെ വരെ പ്രസിഡന്റായ പ്രധാനമന്ത്രിയായ ആളതാ ഒരു ദിവസം രാത്രി ആകുമ്പോഴത്തേക്ക് പ്രധാനമന്ത്രിയിൽ ഒരു കുന്തമില്ല, എടുത്തു കളയുന്നു. അള്ളാഹുവിനെ കൊണ്ട് സാധിക്കും, റബ്ബിനെ കൊണ്ട് സാധിക്കും. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ദീൻ അത് കാഫിറിനെ കൊണ്ടും അള്ളാഹു നിലനിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? ആ പറഞ്ഞതിൻ്റെ അറിവെന്താണ് എന്ന് പറഞ്ഞാൽ, മുഅ്മിനീങ്ങൾ ഉള്ള സമയത്തുള്ള ആ കാഫിരീങ്ങൾ ഉണ്ടെങ്കിലും അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ആ രൂപത്തിൽ വിശ്വസിക്കുന്നതായ മുഅ്മിനീങ്ങൾ ഉണ്ടാകും. അവർ ആ നിലപാട് പറഞ്ഞുകൊണ്ടിരിക്കും. അത് തന്നെയാണ് ചെറിയൊരു രീതി ഞാൻ പറയാം, കൊറോണ സമയത്തുണ്ടായത് അല്ലേ? കൊറോണ സമയത്ത് ആരും കൈ കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ ആ ശുദ്ധീകരണമാണല്ലോ ഈ കഴിഞ്ഞു പോയ ആലിമീങ്ങളൊക്കെ ഇവിടെ കാണിച്ചു തന്നത്. അപ്പോൾ അങ്ങനെ ആത്മാവിനെ ശുദ്ധീകരിക്കുമ്പോ എവിടെയും എത്തിയാൽ അതേനെ പ്രശ്നം ഉണ്ടാകൂല. നല്ലതാണെങ്കിൽ ആ മുഅ്മിൻ നല്ല രൂപത്തിലാണെങ്കിൽ അവന്റെ റൂഹദാ സലഫുസ്സാഹിങ്ങളടുത്ത് സൂക്ഷിക്കപ്പെടും. ഇല്ലെങ്കിലോ അതെ നിന്യവരുടെ കൂട്ടത്തിലും ആ റൂഹിനെ പിടിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ നരകമാകുന്ന തീഘോളം ആ റൂഹിനെ എല്ലാ നിൽക്കും വലയും. അപ്പോൾ എവിടെയാണ് എന്റെയും നിങ്ങളുടെയും അജലത്തെന്ന് പറയാൻ പറ്റൂല. ഓ മുഅ്മിനെ, ടെക്നോളജി ഇവിടെ വർദ്ധിക്കുന്നുണ്ട്. പല ഫിത്നയും ഫസാദും ഹസദും ഇവിടെ ഉണ്ടാക്കരുത്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എല്ലാം എടുത്ത് അതെ അവനവന്റെ മക്കള് തന്നെ നിങ്ങൾ കൊടുത്ത സൗകര്യമല്ലേ അവരുപയോഗപ്പെടുത്തിയത്. ഉള്ള വീഡിയോ, നഗ്നമായ വീഡിയോകൾ, സ്ത്രീകളാണെങ്കിൽ നഗ്നമായ വീഡിയോ, പുരുഷന്മാരും ഉണ്ട്. അതുപോലെ തന്നെ അതാ കുട്ടികളെ വെച്ചിട്ടുണ്ടാകുന്ന വീഡിയോ എടുക്കുന്നു, എന്നിട്ടതാ സമ്പത്തുണ്ടാക്കുന്നു. അങ്ങനെ പല രീതിയും. അത് പറ്റുമോ? ഇല്ല. അതെ, അങ്ങനെ ഉണ്ടാകുന്ന ആ പരസ്യമായ തുള്ളിച്ചാടലെല്ലാം ഒരു നിമിഷം കൊണ്ട് അല്ലാഹു അതാ
മുൻപ് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഏത് മണ്ണായാലും മലയായാലും കുന്നായാലും. പക്ഷെ അതാ ഞങ്ങളുടെ ദുൽമ കൊണ്ട് തന്നെ അതാ അല്ലാഹു അതാ പല രൂപത്തിൽ ശിക്ഷിക്കുന്നു. അതെ, ആ മണ്ണിടിയുന്നു. ആ മരലിങ്ങനെ വെള്ളപ്പൊക്കവും എല്ലാം ഉണ്ടാകുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഓ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടത്, അതേ ടെക്നോളജി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കറിയാം ആ സമയം ഒന്ന് നന്നാവാം, ആ സമയം ഒന്ന് ദുആ ചെയ്യാം എന്ന് കരുതി ആരും ചിന്തിക്കേണ്ട. ഖബീറും ബിമാ തഅമലൂൻ അല്ലാഹു പറഞ്ഞുകയാണെങ്കിൽ അതെ അന്റെയും നിങ്ങളുടെയും ഓരോ ഹറകാത്തു സകനാത്തും അല്ലാഹു അറിയുന്നുണ്ട്. അന്നെയും നിങ്ങളെയും അല്ലാഹുവിടെ നിയോഗിക്കപ്പെട്ടത് എന്തിനു വേണ്ടി? അതെ, ആഖിർ സമാന്റെ ഫിത്ന ഇവിടെ വരും, വർദ്ധിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനും ഇവിടെ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ്. അതെ, ആഖിർ സമാന്റെ ഫിത്ന വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും ആ ആഖിർ സമാന്റെ ഫിത്ന ഞങ്ങളിലൂടെ ആകരുത്. ഞങ്ങളിലൂടെ ആഖിർ സമാന്റെ ഫിത്ന വിധിക്കരുത്. ഞങ്ങളിലൂടെ അതേ സയ്യിദന്മാരെയും ആലിമീങ്ങളെയും അതേ കാണുന്ന ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് തെറി പറയരുത്, ആലിമീങ്ങളെ കുറ്റം പറയരുത് എന്നല്ല. അങ്ങനെ ഏതെല്ലാം തെറ്റിന് ദുഷിച്ച രൂപങ്ങളുണ്ടോ അതൊന്നും ഈ ടെക്നോളജി വെച്ച് ചെയ്യരുത്. അത് മറിച്ച് പകരം അല്ലാഹുവിന്റെ ദീനിയായ ഖിദ്മത്തിന് ഉപയോഗപ്പെടുത്തിയാൽ തന്ന നിഅമത്തിന് ഞാനും നിങ്ങളും റബ്ബിന് ശുക്ർ ചെയ്യണം. അതെ, ആ ശുക്ർ ചെയ്യൽ അതിലൂടെ ആയാൽ അതെ അല്ലാഹു തആല അവൻക്ക് വിജയം നൽകുന്നു. ഇല്ലെങ്കിലോ അതെ ഏത് കുത്തുബായാലും ഏത് സയ്യിദായാലും ഏത് ആലിമായാലും ഏത് ഫഖീർ ധനികനായാലും അല്ലാഹു വിടൂല. സുന്നത്ത് ജമാഅത്തിനെതിരെ പ്രവർത്തിക്കുകയാണെങ്കിൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ നടത്തുന്ന പ്രവർത്തനം. ആ പ്രവർത്തനം സുന്നത്ത് ജമാഅത്തിനെതിരുകയാണെങ്കിൽ ഓ മുഅ്മിനേ മറുപടി പറയേണ്ടതുണ്ട്. ആ ടെക്നോളജിക്ക് വൈറസ് വരികയാണെങ്കിൽ അതേ ആപ്പിൾ ആവട്ടെ, ഐഫോൺ ആവട്ടെ, സാംസങ് ആവട്ടെ, ഏത് കമ്പനി ആവട്ടെ, അതിനെല്ലാം വൈറസ് വരുന്നില്ലേ? എന്നാൽ കാലങ്ങൾക്ക് മുമ്പ് റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചൊരു ടെക്നോളജി ഉണ്ട്. ഏതാണ്? അതെ, ഈ രണ്ട് മലക്കുകളും എഴുതി വെക്കുന്ന കിതാബ്. അതാണ് ഏറ്റവും വലിയ ടെക്നോളജി. ആ ടെക്നോളജിയിൽ അതെ സയ്യിദായാലും ശരി, ആലിമായാലും ശരി, കുത്തുബാണെങ്കിലും ശരി, ഞാൻ ഈ പറയുന്ന ഞാനാണെങ്കിലും ശരി, നീ കേൾക്കുന്ന നിങ്ങളാണെങ്കിലും ശരി, ചെയ്യുന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ട് തെറ്റുപയോഗിക്കുന്നുണ്ടോ, നല്ലതിനാണോ ഉപയോഗപ്പെടുത്തിയത് എന്നതാ. കാലങ്ങൾക്ക് മുമ്പുള്ള ഇതിനെയും കാടി വൈറസ് ഇല്ലാത്തൊരു ടെക്നോളജി ഉണ്ട്. അതെ, ആ ഈ രണ്ട് മലക്കുകളും ഇവിടെ എഴുതി വെക്കുന്നു. ഏതാണ്? ഇന്ന വ്യക്തി ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്ന വ്യക്തി ഈ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്ന വ്യക്തി അതേ സമ്പത്തിനെ നല്ലതിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്ന വ്യക്തി അതേ ശബ്ദം അല്ലാഹു കൊടുത്ത നിഅമത്ത്, ആ നിഅമത്ത് ടെക്നോളജി ആകുന്ന മൈക്ക്, ഈ മൈക്കിലൂടെ അതെ ഇന്ന വ്യക്തി സയ്യിദന്മാരെ നല്ലത് പറഞ്ഞിട്ടുണ്ട്, ആലിമീങ്ങളെ നല്ല മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അതേ മറിച്ചതാ അവിടുന്ന് ഈ ശബ്ദം അതാ മ്യൂസിക് ആകുന്ന മ്യൂസിക്, തെറി പറയുന്ന സയ്യിദന്മാർ ആലിമീങ്ങളെ തെറി പറയുന്നു. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ ടെക്നോളജി ഉപയോഗിച്ചതും തന്ന ശബ്ദവും അതാ എഴുതി വെക്കുന്നു, നിഅമത്തിനെ നേരെ സയ്യിആത്താക്കി മാറ്റുന്നു. അങ്ങനെ ഓരോന്നും അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ വെച്ചൊരു ടെക്നോളജി. അതുകൊണ്ട് തന്നെ മുഅ്മിനെ ഞാനും നിങ്ങളും ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓ സഹോദരാ, കാലത്തിനടിസ്ഥാനത്തിൽ കോലം കെട്ടരുത്. പകരം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന വഴി കാണിക്കണം. അതല്ലേ ഞങ്ങളെ ഈ പറയപ്പെട്ട താജുൽ ഉലമയാവട്ടെ, ഖുർറത്തു സാദാത്താവട്ടെ,
ഈ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാർ ഞാനും നിങ്ങളും കൈകൊണ്ട് ഒത്തുന്ന നേരം അതെ ഈ പറയപ്പെട്ട അതേ ഈ മജ്‌ലിസ് മുടക്കാൻ വേണ്ടി ഒരു ആലിം നിന്നിട്ടുണ്ട് എന്നുള്ളൊരു ഫിത്ന, അല്ലെങ്കിൽ ഈ മജ്‌ലിസിൽ അതേ സയ്യിദ് വരൂല എന്നുള്ളൊരു ഫിത്ന, അല്ലെങ്കിൽ അതേ ഒരു ആലിമ പങ്കെടുക്കൂല എന്നുള്ള ഫിത്ന, അല്ലെങ്കിൽ അതാ ഈ മജ്‌ലിസ് ഒന്നുമില്ല അവിടെ പലതും നടക്കുന്നുണ്ട്, അതേ വേണ്ടാത്ര നടക്കുന്നുണ്ട് എന്നുള്ള ഫിത്ന എന്നല്ല, ഇവിടെ നിൽക്കുന്ന ഓരോ ആലിമീങ്ങൾ സയ്യിദിനെയും പറ്റിയുള്ള ഫിത്ന. അങ്ങനെ അതാ ഓരോ ഫിത്നയും ഞാനും നിങ്ങളും വിടുന്ന സമയത്ത് ഇവിടെ താജുൽ ഉലമയും ഖുറത്തു സാദാത്തും കാണിച്ചു തന്ന രീതി ഏതാണെന്നറിയുമോ? അതേ അങ്ങേയറ്റം മക്കളെ പോലും സ്നേഹിക്കുന്നതിൽ അപ്പുറം അവിടുന്ന് സ്നേഹിച്ചൊരു സാധനമുണ്ട്. അതേതാ? അല്ലാഹുവിൻ്റെ കലാം ഖുർആൻ ശരീഫ്. അതാ അങ്ങനെ വിരൽ വെച്ച് ഓതുന്നു. ആ ഓതുന്നത് എന്തിനു വേണ്ടി? അതേ ഇമാമുന ശാഫിഈ റഹിമഹുല്ലാഹ്. ശാഫി ഇമാമും ആരാണ്? വലിയ പണ്ഡിതനല്ലേ, മദ്ഹബിന്റെ ഇമാമല്ലേ, 100,000-ൽ പരം ഹദീസ് കാണാപ്പാഠം പഠിച്ച പണ്ഡിതനല്ലേ എന്നതിലുപരി അതേ ഒരുപാട് ഫിഖ്, അതേ എല്ലാ നിലക്കുള്ള ജദീദും ഖദീമായ അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയ ആലിമല്ലേ. അങ്ങനെ ഒരു പണ്ഡിതൻ ആ ശാഫിഈ ഇമാം അവിടുന്ന് ഓതിയിട്ടുണ്ട്. എന്താ ഓതിയത്? ഖുർആൻ ശരീഫ്. എന്താ പറഞ്ഞെന്നറിയുമോ? ഞാൻ ഈ ഖുർആൻ എന്തിനു വേണ്ടി എന്നറിയുമോ? അതേ ആഖിബത്ത് നന്നാവാൻ, ആഖിബത്ത് നന്നാവാൻ അതാ അവിടുന്നും ഖുർആൻ ഓതുന്നു. അപ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, അതേ അനക്കും നിങ്ങൾക്കും രോഗം വരുമ്പോൾ ഞാനും നിങ്ങളും മാത്ര എടുക്കുന്നില്ലേ, ഗുളിക എടുക്കുന്നില്ലേ? അതെ, അന്റെയും നിങ്ങളുടെയും ഉണ്ടാകുന്ന കൽബിലുണ്ടാകുന്ന രോഗം അതേതാ? ഫിത്നയും ഫസാദും ഹസദും കിബറും റിയാഉമുള്ള ആ രോഗം. ആ രോഗത്തിനെ ശുദ്ധീകരിക്കാൻ, ആ രോഗത്തിനെ മറിക്കാൻ, ആ രോഗത്തിനെല്ലാ നിലക്കും മാറ്റിമറിക്കാൻ അതാ അല്ലാഹു നൽകിയ ഒരു മരുന്നാണ് ഖുർആനു ശരീഫ്. ആ ഖുർആനു ശരീഫ് അവിടുന്ന് ഓതി ആ നിലക്ക് കൽബിനെ എന്താക്കുന്നു? ആത്മശുദ്ധീകരിക്കുന്നു. അതാണ് ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തത്. എല്ലാ ഫിത്നയും ഫസാദും ഏതുമാവട്ടെ, തോന്നിയത് പറയാ, തോന്നിയത് ചെയ്യ. നാഥനില്ലാത്തൊരു നായിപ്പട പോലത്തെ ഒരവസ്ഥയായിപ്പോ. എന്തും പറയാം. ആരാണ് ആ വക വെച്ചു കൊടുക്കുന്നത്? രക്ഷിതാക്കളാകുന്ന ഓരോ മനുഷ്യവർഗങ്ങളായ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും നിങ്ങൾ തന്നെ, ഞാനും നിങ്ങളും തന്നെയാണ് അതിന് വഴി വെച്ചു കൊടുക്കുന്നത് അല്ലേ? മക്കളെ പഠിപ്പിക്കേണ്ട സമയത്ത് അല്ലാഹുവിന്റെ ദീൻ ഇൽമ് ആ രൂപത്തിൽ പഠിപ്പിച്ചില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങളൊരു കാലഘട്ടം, ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ വരുന്ന കാലഘട്ടം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്തൊരു സുന്ദരമായ കാലഘട്ടം. ആരാണ് ആലിമ സയ്യിദ് വരുന്നു, അവരെ ബഹുമാനിക്കുന്നു, അവരുടെ അദബ് വാങ്ങിക്കുന്നു, അവരുടെ മന്ദിരം വാങ്ങിക്കുന്നു എന്നതിലുപരി അതെ എന്ത് പ്രയാസങ്ങൾ വരുമ്പോൾ അതാ അവർ തവസ്സുൽ ചെയ്യുന്നു. ഓരോ വീടുകളിലും മൗലൂദായിട്ട്. അതുപോലെ ആ കാലഘട്ടത്തിൽ അതേ ദർസിലേക്ക് ഇന്ന് കൊടുത്ത് സദഖ ചെയ്യുന്നു, ഹദിയ ചെയ്യുന്നു, എൻ്റെ രോഗം മാറുന്നു എന്ന് പറഞ്ഞ് അവരവരുടെ രോഗം മാറ്റിയൊരു കാലഘട്ടം. ഇന്നതം നേരെ തിരിച്ച് മറിയുകയാണ്. എന്താക്കുന്നു? അതേ രോഗം വരുമ്പോൾ പോന്നു, പ്രസവത്തിൻ്റെ വരുമ്പോൾ പോന്നു, ഉള്ള ഹോസ്പിറ്റൽ കണ്ട് തുടങ്ങും, സ്കാൻ ചെയ്യും. എന്നിട്ടോ പറയും കുട്ടിക്ക് തലയില്ല, ഓടലില്ല, ചക്കയില്ല, മാങ്ങയില്ല, തേങ്ങയില്ല. എവിടെ ഉണ്ടാവാൻ? ഒരു വ്യക്തി 3-ാം മാസത്തിൽ ഏതെങ്കിലും വ്യക്തിക്ക് ഇവിടെ തല വരുന്ന ചരിത്രമുണ്ട്? ഇവിടെ ഉണ്ടാവും? റബ്ബ് സുബ്ഹാനഹു വ തആല മക്കളെ കൊടുത്തിനങ്ങ് ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. എഴുതി ഒപ്പിട്ട് അമ്മ വരാം. എന്തെന്നറിയോ? തഫ്സീർ നിസായിലുണ്ട്, സൂറത്തുൻ നിസായിൽ ആദ്യം തന്നെ അല്ലാഹ് പറയുന്നുണ്ട് 5 കാര്യം റബ്ബിന്റെ വക്കൽ നിന്ന്. അതിൽ 1 മനിയ്, പ്രസവം. ഇത് 2 റബ്ബിന്റെ വക്കൽ നിന്നാണ്. ആ മനിയിന്റെ രൂപം പറയുന്നത്, അഥവാ ഞാനും നിങ്ങളാകുന്ന ഈ ജസദിന്റെ രൂപം അല്ലാഹു പറയുന്നുണ്ട്.
3-ാം മാസം രക്തക്കട്ട, 5-ാം മാസം മുടലി, 7-ാം മാസം രൂപം, 9-ാം മാസം പൂർണ്ണ രൂപത്തിൽ വന്ന് പൊക്കളിൽ കൂടെ ഭക്ഷണം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടതാ അവിടുന്ന് വിവരിക്കുന്നുണ്ട് മുഫസ്സിരീങ്ങൾ. പിന്നെ എവിടെയാണോടോ അനക്കും നിങ്ങൾക്കും അല്ലാഹു തആല 3-ാം മാസത്തിൽ ഹൃദയവും അതുപോലെ തന്നെ അങ്ങനത്തെ നമ്മുടെ ജസദിലുണ്ടാകുന്ന അവയവങ്ങൾ തരും എന്നിട്ടോ കാണിച്ചിട്ട് പറയുകയാണ് എന്ത് നിങ്ങളെ മക്കളെ എടുത്തു കളയണം. അത് തന്നെയാണ് അല്ലാഹു ആഖിർ സമാന്റെ ഫിത്ന വരും എന്ന് പറഞ്ഞ അത് തന്നെ. അവസാന കാലഘട്ടമാകുമ്പോൾ പ്രസവിക്കാത്ത ഉമ്മ വരും, മക്കളെടുത്ത കളയും എന്ന് പറഞ്ഞില്ലേ? ഇത് തന്നെയാണ് കാരണം. എവിടെയാണ് ഉണ്ടാവാൻ? ആർക്കെങ്കിലും ഔദ്യ ഒപ്പം വേണ്ട. കല്യാണം കഴിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉസ്താദ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സയ്യിദ് ഏതെങ്കിലും ഒരു ആലിമ് വേണ്ട എന്നതിലുപരി ഏതെങ്കിലും രജിസ്ട്രാർ ഓഫീസ് ആരെങ്കിലും തന്നിട്ടുണ്ട് ആ മക്കൾ 5-ാം മാസത്തിലുണ്ടാവുമെന്ന്. എന്നാ മക്കൾ 9 മാസം വരെ റബ്ബ് പോറ്റിയ മക്കളൊക്കെ വേണ്ടി ഇന്ന് ഇതേ വ്യക്തികൾ പറയണ്ടേ കല്യാണം കഴിക്കുമ്പോൾ 1 മാസം കഴിഞ്ഞാൽ മക്കളുണ്ടാവുമെന്ന്? അതാരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ എവിടെയാണ് എനക്കും നിങ്ങൾക്കും? അതെ, 9-ാം മാസം എത്തുമ്പോൾ അതുവരെ നോക്കിയ അല്ല പോട്ടെ, അതുവരെ നോക്കിയ അല്ലാഹു പോട്ടെ എന്നമ്മ പറയണത്ര. എന്നിട്ടോ അപ്പം ഡോക്ടർ നല്ല ഉഷാറ്, അവര് നല്ല ഉസ്താദ്, അവരെന്നാണ് റബ്ബ്. എവിടെയാണോ റബ്ബ്? ഒരിക്കലും ഇല്ല. നേരത്തെ ഉള്ളതാണ്, അല്ലാഹു പറഞ്ഞതാണ്, ഗർഭപാത്രത്തിൽ മക്കളെ വെക്കൂല. ഒരു കുട്ടിയും ബാക്കിയായ ചരിത്രമില്ല. ഉണ്ടാ? ഇതുവരെ ഇല്ല. നിങ്ങൾ നമ്മളെ കളിക്കൊണ്ടല്ലോ ആക്കോ അറിയില്ല, അത് വേറെ കാര്യം. ഇതുവരെ ഇല്ല. പോയാലും 4 വർഷം വരെ മക്കൾ അല്ലാഹു ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിലനിർത്തും അല്ലാഹു പറഞ്ഞതാണ്. അങ്ങനെ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ജീവിക്കാം. എന്തൊരു ജീവിതമാണ്! ആർക്ക് വേണ്ടി ജീവിക്കുന്നു? അനക്കും നിങ്ങൾക്കും വായതൊന്നും അല്ലല്ലേ? ഒന്നും വേണ്ട. ഈ ഗർഭപാത്രത്തിൽ ഭക്ഷണം കൊടുക്കുന്നില്ല പൊക്കളിൽ കൂടെ. എന്നിട്ട് ഇപ്പം പറയുന്ന ഒരു രൂപമുണ്ട്, മക്കള് അതിൻ്റെ ഉള്ള എന്താന്ന് കാഷ്ടിക്കുന്നുണ്ട്, മൂത്രയിക്കുന്നത് ക്ലോസറ്റാ. ഒരിക്കലും അതുണ്ടാവില്ല. കാരണം എന്തേ? നമ്മക്കുള്ള ഹുക്കും തന്നെ മാറുന്നത് അതുകൊണ്ടാണ്. ഈ കുട്ടി പുറത്തിറങ്ങലോടുകൂടിയാണ് പിന്നെ ഒരു ഹുക്കും മാറി. ഞാനും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഹലാല്, പുറത്തു പോകുമ്പോൾ ഹറാമായില്ലേ? അങ്ങനാണെങ്കിൽ എന്നാ ഉമ്മ ഹറാമിലായിരിക്കും ഉണ്ടാവുക അല്ലേ? എന്നും നജസിലായിരിക്കും. ചിന്തിച്ചു, എന്നും നജസിരി ക്യാൻ വന്നാൽ അവരോട് ഉള്ളർത്ത റെഡിയാവൂല. അപ്പോ അവിടെ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് ആനക്കുട്ടിയല്ല ഇതിൻ്റെ ഉള്ളിലുള്ള ചെറിയ പിഞ്ചുകുട്ടിയാണ്. അവർക്ക് ജീവിക്കണമെങ്കിൽ കുറച്ച് ഫുഡേ വേണ്ടു, അതല്ല കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞാനും നിങ്ങൾ വേവലാതിയാകുന്ന? അല്ലാഹു ആലം. അതുവരെ 9 മാസം റബ്ബ് നോക്കിയ അല്ലാഹു, പിന്നീടതാ ആ നോക്കിയ അല്ലാഹു അല്ല വലുത്, പിന്നെ ആര് വലുത്? ഡോക്ടർ വലുതാന്ന്. അങ്ങനെ രീതി ആഖിർ സമാന്റെ ഫിത്ന അത് തന്നെയാണ്. ഇനി ഇങ്ങൊന്ന് അങ്ങോട്ട് അധികരിച്ചുകൊണ്ടിരിക്കും, യാതൊരു സംശയം ഇല്ല. ഇവിടെയാണ് ഞാനും നിങ്ങളും തവക്കുൽ ചെയ്ത് തവസ്സുൽ ചെയ്ത് ജീവിക്കേണ്ടത്. അതിനാണ് അല്ലാഹു തആല ഇസ്ലാമിക രീതിയുടെ ജീവിതം തവക്കുൽ വിത്ത് തവസ്സുൽ. അത് എവിടെ വരെ അല്ലാഹു കാണിച്ചു വന്നു? ഇസ്ലാമികന്റെ ആദ്യത്തെ വിജയം കൊടുത്തത് അതല്ലേ? ബദറിന്റെ വിജയം എന്താണ്? ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അതേ സ്വഹാബികൾ ഉറച്ചു നിന്നു. അല്ലാഹു സഹായിക്കും എന്നുള്ള ആ ഹബീബിന്റെ പറച്ചല്, ആ ഈമാൻ അവരിലൂടെ ഉണ്ടായപ്പോൾ അല്ലാഹു അത് അവരെ സഹായിക്കുന്നു. അത് തന്നെയാണ് ഇസ്ലാമിന്റെ വിജയം. ആ വിജയം തന്നെയാണ് ഖിയാമം വരുന്ന മുഅ്മിനും മനസ്സിലാക്കേണ്ടതും. ആ വിജയം രീതിയാണ് ഞാൻ നിങ്ങൾ കൈക്കൊള്ളേണ്ടത് എന്ന് പറഞ്ഞാൽ തവക്കുൽ വിത്ത് തവസ്സുല്. അതാണ് ഇസ്ലാമിക രീതി, ഇസ്ലാമിക ജീവിത രീതി. തവക്കുൽ വിത്ത് തവസ്സുല് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. രോഗം കാണുന്ന നിങ്ങൾ ഡോക്ടർമാരെ പോയി കാണിക്കണം, ശരി തന്നെയാണ്, ഒരു മാധ്യമമാണ്. പക്ഷേ ദീനെതിരെ പറയുകയാണെങ്കിൽ ആ ഡോക്ടറിനെ മാറ്റി നിർത്തണം, അത് നിർബന്ധമാണ്. തോന്നിയതുപോലെ പറഞ്ഞിട്ട് നിങ്ങൾ അവനവന്റെ ജസദിനെ കളയാനുള്ളതല്ല. ഹുക്കുമില്ലേ ഇവിടെ? പലതിനും പല ഹുക്കുമില്ലേ? എന്തിനേറെ ഞാനും നിങ്ങളും ഒന്നും വേണ്ട, ഒരു ഡോക്ടറും വേണ്ട, ഞാനും നിങ്ങളെ നനക്ക് ഇവിടെ ഇപ്പൊ ഒരു വരല്, ഈ വരലിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പഴുപ്പുണ്ട്,
ഇപ്പോഴത്തെ അടിസ്ഥാനത്തിൽ എല്ലാവരും മുറിക്കുന്നുണ്ട്. അന്ന് ഈ പഴുപ്പിൻ്റെ ശേഷം ഇവിടെ വന്നിട്ട് ഈ വിരൽ മുറിച്ചാൽ അള്ളാഹുവിൻ്റെ അടുത്ത് അത് ഹറാമാണ്. നമ്മളെന്തിനു മുറിക്കുന്നത്? വരൂലെന്ന് വിചാരിച്ചിട്ട് മുറിക്കല് പറ്റൂല. എന്താ കാരണം? അതെ, ഈ വിരല് അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുള്ളതാണ്. ആ ശുക്രിനെ നിങ്ങൾ വിട്ടില്ലല്ലോ, ആ നിഅമത്ത് നിങ്ങൾ ശുക്ർ ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ എന്ന് നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ഈ മറുപടി ഉണ്ടാകും. ഞാനും നിങ്ങളെ നേരെ മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഓരോ ജസദിനും ഓരോ അവയവത്തിന്റെ നിഅമത്ത് ഞാനും നിങ്ങളും ഇവിടെ റബ്ബിന് വേണ്ടി ചെയ്യാനുണ്ട്. അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ പോറ്റുക എന്നുള്ളൊരു ബാധ്യതയാണ്. അതല്ല, ആ മക്കളെ ഏത് രീതിയിലാണ് പോറ്റേണ്ടത്? കാലത്തിന്റെ ടെക്നോളജിക്ക് വേണ്ടി വഴങ്ങലല്ല, പകരം കാണിച്ചു തന്ന ആ പൂർവികർ കാണിച്ചു തന്ന രീതി ഏതാണോ അതിലൂടെ വരുത്തി ഇപ്പോഴത്തെ ടെക്നോളജി അത് ഹറാമാണ് എന്നുള്ള രൂപം പറഞ്ഞു കൊടുത്തുകൊണ്ടാകും. അങ്ങനെ മറ്റേത് ഹലാലാണ് എന്ന് മനസ്സിലാക്കി കൊടുത്ത് അങ്ങനെ വേണം മക്കളെ വളർത്താൻ. എന്നാൽ അതെ, ഞാനും നിങ്ങളും മരണപ്പെടുമ്പോൾ ഒരു യാസീൻ ഓതാനെങ്കിലും അവരെ കിട്ടും. ഇല്ലെങ്കിലോ മറിച്ച് ഒന്നിനും കൊള്ളാത്തൊരു മക്കളെ അവരല്ല മാറ്റും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അതുകൊണ്ട് കാലത്തിനടിസ്ഥാനത്തിലെ ടെക്നോളജിക്ക് ആരും വഴങ്ങരുത്, അതിനുവേണ്ടി പ്രവർത്തിക്കരുത്. എല്ലാ നിലക്കുള്ള ഈ ടെക്നോളജിയുടെ രീതി ഏതൊക്കെ ഉണ്ടോ അതെല്ലാം ദീനിലധിഷ്ഠിതമാണോ എന്നുള്ള രൂപത്തിൽ പ്രവർത്തിച്ച് വേണം നിങ്ങളൊക്കെ പ്രവർത്തിക്കാൻ. എനക്കും നിങ്ങൾക്കും അതുപോലെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ. ആ ദീനെതിരെ പറയുന്ന ആരൊക്കെയുണ്ടോ, ഏത് ബിദ്അത്ത് ആണെങ്കിൽ ബിദ്അത്താരോട് പോരാടണം. സുന്നത്ത് ജമാഅത്തിന് ആരോടോ പറഞ്ഞ പോരാടണം, ദീനിന് വേണ്ടിയല്ലേ. വേറെന്തിനോ ജനിച്ച ഒന്ന് മരിക്കും, ഏടായാലും മരിക്കും, അതിന് യാതൊരു സംശയമില്ല. പക്ഷെ അള്ളാഹിന്റെ ദീനിന് വേണ്ടി ആണെങ്കിൽ മരിക്കുക തന്നെ, അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ജനിപ്പിച്ച അള്ളാഹ്ക്ക് അറിയില്ല മരിപ്പിക്കാൻ, അതിനാവശ്യമുണ്ട്. ഇപ്പോൾ എവിടെയാണെങ്കിൽ മരിക്കും. അപ്പൊ മക്കള് ദീനെതിരെ കാണിക്കുന്ന പോട്ട്, പിന്നീട് ആവശ്യമില്ല. ആഖിറത്തേക്ക് വേണ്ടി തട്ടണം, നിർബന്ധമില്ല. അവിടെ എന്തിൻ്റെ ആവശ്യം? സ്വന്തം ബാപ്പാക്ക് ദീനും കഴിയാത്ത മക്കൾ എന്തിനോട് ആവശ്യം? കാലത്തിന് ടെക്നോളജിക്ക് വേണ്ടിയാ? അത് പാടില്ല. വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ആ ഒരു നിലപാട് വെച്ച കാലം മുന്നോട്ട്, ബേക്കോട്ടാ വരുന്നത്. ദീന്റെ വിഷയത്തിൽ അത് എവിടെ അങ്ങനെ തന്നെ അതിൻ്റെ അതവോടുകൂടി ജീവിക്കാം എന്ന് പറഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ ചോദിക്കേണ്ട രീതി ആലിമിൻ്റെ അടുത്ത് ആ രീതി, സയ്യിദിൻ്റെ അടുത്താണെങ്കിൽ ആ രീതി, മക്കളുടെ അടുത്താണെങ്കിൽ ആ രീതി, ഏതെല്ലാം രൂപത്തിലാണോ ആ രൂപത്തിൽ നിങ്ങൾ നീങ്ങണം. എന്നല്ലാതെ ഫിത്നയും ഫസാദും സയ്യിദന്മാർ ആലിമീങ്ങളുടെ പേരും അതെ ഈ പരിപാടി നടത്താൻ വേണ്ടി പറ്റൂല എന്ന് പറഞ്ഞ ആലിമിനെ ഒരു കുറ്റം പറയൽ, അത് പറ്റൂന്ന് പറഞ്ഞ ഒരു സയ്യിദിനെ പറയൽ എന്നുള്ള രീതി അത് ഒന്നും കൈക്കൊള്ളരുത്. അതൊക്കെ വേണ്ടവർക്ക് വട്ടപ്പെട്ടാണ്, മുഅ്മിനീങ്ങൾക്ക് വട്ടപ്പെട്ടതല്ല. അങ്ങനെ ഒഴിവാക്കി നമുക്ക് താജുൽ ഉലമ കാണിച്ചു തന്നതും ഖുറത്തു സാദാത്ത് കാണിച്ചു തന്ന ആ തഖ്വയോടുള്ള ജീവിതം, അത് തന്നെയാണ് ഏറ്റവും വലിയ അനുസ്മരണം. അതാണ് ഞാനും നിങ്ങളും കൈക്കൊള്ളേണ്ടത്. അതുപോലെ അനക്കും നിങ്ങൾക്കും ക്യാമം വരുന്ന മക്കളെ മക്കൾക്കും ആ രീതിയിൽ പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഓഗസ്റ്റ് 17 വരുന്ന ശനിയാഴ്ച ബാപ്പാൻ്റെ 40 കൂറത്ത് രാവിലെ 10 മണിക്ക് വെച്ച് നടക്കുന്നുണ്ട്. എല്ലാവരും ഇൻഷാ അല്ലാഹ് ക്ഷണിക്കുകയാണ്. ക്ഷണിച്ചില്ല എന്ന് പറയണ്ട. ഇൻഷാ അല്ലാഹ് ആ പരിപാടി ബഹുവന്ദ നേതൃത്വമാകുന്ന AP ഉസ്താദ് അൽഹംദുലില്ലാ. അതെ, വളരെ നിങ്ങൾ സൂക്ഷിക്കണം. AP ഉസ്താദ് എൻ്റെ ഖാദിയായി എന്നുള്ളത് ഭയങ്കര ഗമയോടെ പറയാം, അത് ശരി തന്നെയാണ്. ഖുറത്തു സാദാത്തും നമ്മളെ ഖാദിയാണെന്ന് ഗമയോട് പറഞ്ഞു, താജുൽ ഉലമയും അതേ ഖാദിയാണെന്ന് ഗമയോടെ പറഞ്ഞു. ഗമയോടെ പറഞ്ഞാൽ പോരാ, പ്രവർത്തനത്തിൽ അത് കാണണം. എന്താണോ ഖാദി പറഞ്ഞത് ആ ഖാദി പറഞ്ഞതുപോലെ നീങ്ങണം. അതിനെതിരെ ശബ്ദിക്കരുത്, ചോദ്യം ചെയ്യരുത്. അത് ചോദ്യം ചെയ്താൽ മക്കളെ അല്ലാഹു നശിപ്പിക്കും, അതിന് യാതൊരു സംശയം ഇല്ല. AP ഉസ്താദ് സുൽത്താനുൽ ഉലമ അതേ ഖാദിയായിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ഭയങ്കര സംഭവം. അൽഹംദുലില്ലാ, അത് വലിയ നിഅമത്താണ്. എന്തേ അല്ലാഹു നേരത്തെ മാഷാ അല്ലാഹ് താജുൽ ഉലമ ഹയാത്ത് കാലത്ത് തന്നെ പറഞ്ഞില്ലേ, എടോ അനക്ക് പകരം അല്ലാഹ് AP ഇറക്കി, ഇനി ഓൻ ഓടിക്കോ എന്ന് പറഞ്ഞ്
അങ്ങനെ അവരെയും പറഞ്ഞു മാഷാ അല്ലാഹ് ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അക്കാലത്ത് അന്ന രൂപത്തിൽ പ്രവർത്തിച്ചിട്ട് ഇന്ന് മാഷാ അല്ലാഹ് എല്ലാം പുലരുന്നു. ഇവിടെ പല വിഷയത്തിലും ഇന്ന് അവർക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കുന്നു, സുന്നത്ത് ജമാഅത്ത് എന്താണെന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെയുള്ള ഏക പണ്ഡിതൻ അല്ലാഹു ദീർഘായുസ്സുള്ള ആഫിയത്ത് കൊടുക്കട്ടെ. ആ സയ്യിദന്മാരുടെയും ആലിമീങ്ങളെയും ബഹുമാനിച്ചതിൻ്റെയും അതേ സ്നേഹിച്ചതിൻ്റെയും ഫضലാണ് ഇങ്ങനെയുള്ള പദവി റബ്ബ് കൊടുക്കുന്നത്. അല്ലാഹു ഇനിയും ഉന്നത പദവി അല്ലാഹു നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അതേ നിങ്ങളോട് പറയാനുള്ളത് അവിടുന്ന് കാണിച്ചു തന്നതും അവിടുന്ന് പറഞ്ഞു തന്നതും ഏതാണോ അത് അംഗീകരിക്കുക, ചോദിക്കരുത്. അത് അവർക്ക് വിട്ടാണ്. കാളിക്ക് റബ്ബിന് വിട്ട് കാളിയും റബ്ബായി. കാളീൻ്റെ വിഷയം അംഗീകരിക്കുക, അത് അനുയായികളായ ഞങ്ങളെ കടമേ. പിന്നെ ചോദ്യം ചെയ്യാൻ പോകരുത്, എവിടെയും ചോദ്യം ചെയ്യാൻ പോകരുത്. ആ ചോദ്യം ചെയ്തോ ഉറപ്പാണ് മക്കളെ നശിപ്പിക്കും, യാതൊരു സംശയം ഇല്ല. അടുത്ത കാലഘട്ടത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ട്, ഇവിടെ സംഭവിച്ച് നടന്നിട്ടുമുണ്ട്. ഇനി എന്ത് ഇവിടെ പോലത്തെ ആലിമീങ്ങൾ ഖാദിയായുണ്ടാവുന്ന ഫായിദ എന്താണ്? അതെ അൽഹംദുലില്ലാഹ് അവർ ചെയ്യുന്ന ദുആയിലാണ് നമുക്കുണ്ടാകുന്ന ഫലം. അല്ലാഹുമ്മ ഔസലി എന്ന് പറയും, വസിയത്ത് എന്ന് ദുആ ചെയ്യുന്ന പറയുമ്പോൾ ആ ദുആയിൽ സാധുക്കളായ ഞാനും നിങ്ങളും ഇവിടുത്തെ മഹല്ലത്തുകാർ പെടും. അങ്ങനെ എവിടത്തെവരുണ്ടോ അതൊക്കെ അവർ പെടും. സുന്നത്ത് ജമാഅത്ത് താജുൽ ഉലമ കാണിച്ചു തന്ന വഴി, അൽഹംദുലില്ലാഹ് ഖുറത്തു സാദാത്ത് കാണിച്ചു തന്ന വഴി, അത് തന്നെയാണ് ഞാനും നിങ്ങൾ ഇവിടെ കൈക്കൊള്ളേണ്ടത്. ആ രൂപത്തിലാണ് പ്രവർത്തിക്കേണ്ടത്. അതെ അവർക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ ഹയാത്ത് കാലത്ത് അതെ തങ്ങളെ കാണുമ്പോൾ എണീച്ചുന്നവനുണ്ടാവും, തങ്ങളെ കാണുമ്പോൾ കൈമുത്തി പിടിച്ചവനുണ്ടാവും, തങ്ങളെ കാണുമ്പോൾ വള്ളം വന്തിരിച്ചവനുണ്ടാവും. ഇനി ഏതായാലും തങ്ങൾ പോയല്ലോ, ഇനി അമ്മക്ക് എന്തു ആവാന്നുള്ള ആരും ചിന്തിക്കണ്ട, അതാർക്കും വെക്കും വേണ്ട. നമുക്ക് ഇനി എന്തു ആയി എന്നുള്ള അല്ലാഹു ദീൻ നിലനിർത്തും, അതിന് യാതൊരു സംശയം ഇല്ല. അതാണ് അല്ലാഹു പറഞ്ഞത്, അന്നീ നിങ്ങൾ ഇവിടെ നിയോഗിക്കപ്പെട്ടത് ദീനിയായ ഖിദ്മത്ത് നടത്താനാണ്, മറിച്ച് ഫിത്നയും ഫസാദ് ഉണ്ടാക്കാനല്ല. അപ്പോൾ ഞാനും നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താ? ക്യാമം വരുന്നവർ, അതാ ഞങ്ങളെ ക്യാമത്ത് നാൾ ഏതാ? അവനവന്റെ ക്യാമത്ത് നാൾ അവനവന്റെ മരണമാണ്. ആ മരണം വരെ ദീനിയായ ഖിദ്മത്തിന് വേണ്ടി അത് സുന്നത്ത് ജമാഅത്ത് ഏതാണോ ആ രൂപത്തിൽ പ്രവർത്തിക്കണം. എന്നാലേ ഞാനും നിങ്ങൾ ബായി കൊണ്ട് താജുൽ ഉലമ പറയുന്ന പോലെ ബായി കൊണ്ട് ഖുറത്തു സാദാത്ത് കാണിച്ചെന്ന് അവിടുത്തെ മുഹിബാണ്, അതാണ്, ചക്കാണ്, മാങ്ങാണ്, തേങ്ങ എന്ന് പറഞ്ഞാൽ പോരാ. ആ ജീവിത രീതിയിൽ നിങ്ങൾ കാണിക്കണം. എങ്ങനെയാണോ സുന്നത്ത് ജമാഅത്തിന് ഇവിടെ പ്രവർത്തനത്തിന് കാണിച്ചത് അതിൻ്റെ അപ്പുറവും ഇനി ഒന്നും കൂടി നിങ്ങളെ ഭാഗത്തുനിന്നുള്ള ഊക്ക് കൂട്ടണം. പ്രവർത്തന രീതിയിൽ അത് കാണിക്കുകയും വേണം. എന്നാലേ അവിടുത്തെ നോട്ടമുണ്ടാവുകയുള്ളൂ. എന്തേ? അവരെല്ലാം പ്രവർത്തിക്കുമ്പോൾ അല്ലാഹു കാണുന്നുണ്ടുള്ള ബോധമാണ്. ഇനി ശേഷം അല്ലാഹു അവർക്ക് പവർ കൊടുത്തു. അപ്പോൾ നമ്മളെയും നിങ്ങളുടെയും മനസ്സ് ഒരു ബൈനയാണെങ്കിൽ അവരും ബൈനയായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭാഷയിൽ എന്താ പറയുക? അർത്ഥത്തപ്പ. ഇവിടുത്തെ ഭാഷയിൽ എന്താ പറയുക? തപ്പ. ബൈനൊക്കെ എന്താ പറയുക? ഇങ്ങനെ ഇടയാട്ട, അപ്പറിപ്പറോ. അതെ, അപ്പറിപ്പറോ അല്ലെങ്കിൽ തപ്പായി നിൽക്ക. ആ പല ചില ഭാഷ പറഞ്ഞാലേ അവർക്ക് മനസ്സിൽ കയറുള്ളൂ. നമ്മളെ ബൈന ആ തങ്ങ എന്ത് ബൈന പറഞ്ഞു പോയി എന്ന് പറയും. ഈ നാട്ടാറെ സ്വഭാവമല്ലേ. അപ്പൊ ആ തപ്പ് അതുണ്ടാവരുത്, സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഉണ്ടാവരുത്. ജനിച്ചൊന്നും മരിക്കും, ഏടായെങ്കിൽ മരിക്കും. അത് സുന്നത്ത് ജമാഅത്തിനാണെങ്കിൽ മരിക്കാൻ പോയപ്പോൾ അല്ലാഹു പറയും, കുഴപ്പമില്ലല്ലോ. ആ രീതിയിൽ വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. അൽഹംദുലില്ലാഹ്, അത് തന്നെയാണ് നിങ്ങളിൽ കാണുന്നതും. നിങ്ങൾ ഈ കാണുന്ന താജുൽ ഉലമനെ സ്നേഹിച്ചതിന്റെ ഫضലാണ് എന്നുള്ളത് മനസ്സിലാകുന്നുണ്ട്. അത് അല്ലാഹു ക്യാമം വരുന്ന മക്കളിൽ അല്ലാഹു എനക്കും നിങ്ങൾക്കും അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ ചെയ്യാൻ ഞാൻ എന്നെ ദുആ എടുക്കാനുള്ള വേറെ ആരുമില്ല. സയ്യിദന്മാർ